ഗൈസ്, ഹലോ പറ. അപ്പോൾ ഞങ്ങളപ്പോൾ ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ കടലിൽ ഇന്ന് വലയിടാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളല്ല, എൻ്റെ ഹസ്ബൻഡും എൻ്റെ ചേട്ടയുടെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഇന്ന് കടലിൽ വല ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ സാറ്റർഡേ ഒരു ഈവനിങ് ഒക്കെ ഇപ്പോൾ ഞങ്ങൾ വല ഇട്ടിട്ടുണ്ടായി, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വല ഇട്ട് ഇപ്പോൾ സൺഡേ മോർണിംഗിൽ തന്നെ ഞങ്ങൾ വല പിടിച്ചു കേട്ടോ. വല പിടിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ കൂരി, പിന്നെ കോലാൻ വലുത്, കൂരി, മുഴുത്ത കൂരിയായിരുന്നു കേട്ടോ, വലിയ കൂരിയായിരുന്നു. കൂരി, കോലാൻ, പിന്നെ വറ്റ, പിന്നെ കൊഞ്ച്, അങ്ങനെയുള്ള കുറച്ച് മീനുകളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്നും അപ്പോൾ ഒന്ന് വലയിട്ട് നോക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടയൊക്കെ വലയിടാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടെ മെസ്സപ്പ് ഭയങ്കര കളിയാണ് കേട്ടോ. മെസ്സക്കുട്ടിന് ഇന്ന് അംഗൻവാടി പോകാണ്ട്, നഴ്സറി ക്ലാസ്സിൽ പോകാണ്ട് ഇയാൾ മടിയും പിടിച്ച് ഞങ്ങളുടെ കൂടെ വലയിടാൻ വന്നേക്കണ കേട്ടോ. അപ്പോൾ അതെ ഇതാണ് കേട്ടോ, ഇത് നമ്മുടെ പഴയ വീടാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ പഴയ വീടാണ് കേട്ടോ ഇത്. അവരിവിടെയാണ് താമസിച്ചിരുന്നത് വെച്ചത്. ഇപ്പം ഞങ്ങൾ വേറെ വീട് വെച്ച് മാറി. അപ്പോൾ ഈ വീട്ടിൽ ഈ വീടിൻ്റെ പുറകിൽ തന്നെയാണ് നമ്മളിപ്പോൾ വലയിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വഞ്ചിക്കാരൊക്കെ പോകുന്നുണ്ട്. വഞ്ചിക്കാരൊക്കെ കണ്ടോ, വഞ്ചിക്കാരൊക്കെ ഉണ്ട്. ചില ആൾക്കാരൊക്കെ വലയിട്ടിട്ട് വല ഇപ്പോൾ പിടിച്ച് വല ഇടണേണ്. ചിലരൊക്കെ വലയിട്ടിട്ട് രാവിലെ തന്നെ വല പിടിച്ച് കയറ്റണമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വഞ്ചികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഒരുവിധം വഞ്ചികളൊക്കെ ഇന്ന് ഉണ്ട് കടലിൽ. ഇപ്പോൾ മീനുണ്ടെന്നാണ് എല്ലാവരും പറയണത്. അപ്പം ഞങ്ങൾ അന്ന് ഇട്ടിട്ട് ഞങ്ങൾക്ക് മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നും ചേട്ടക്ക് ഇന്ന് പണി ഇല്ലാന്നത് കാരണം, വർക്കില്ലാന്ന് കാരണം ഞങ്ങളപ്പോൾ ജസ്റ്റ് ഒന്ന് വലയിടാൻ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഗേസ്. അപ്പോൾ അതേ എൻ്റെ ചേട്ടയുടെ ഫ്രണ്ടും കൂടി വല ഒന്ന് തെരുവാക്കണെന്ന് പറയണം. വല കുടന് അതിൽ എന്താണ് പായലൊക്കെ ഉണ്ടാവുമല്ലോ, പായലും അങ്ങനെയുള്ള ഇതൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം അവർ ഇതാണ് കേട്ടോ നമ്മുടെ വഞ്ചി. ഇതിനെന്തെന്നാ പറയണ ചേട്ടേ? പൊന്തുവഞ്ചിയാണ് കേട്ടോ. പൊന്തുവഞ്ചിയിലാണ് ചേട്ടയൊക്കെ വല ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് കണ്ടോ, പായലാണ് കേട്ടോ. കടലിൽ നിറയെ പായലുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, വഞ്ചികളൊക്കെ ഉണ്ട്, വഞ്ചികളൊക്കെ പോകുന്നുണ്ട്. പായലുണ്ട്, മീനും ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഇവിടെ അരികത്ത് വന്ന് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റില്ല, പക്ഷേ അരികത്ത് നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കല്ലിൻ്റെ മേളിൽ നിന്നാണ് കാണാം മീനുള്ളത്. നമ്മളപ്പോൾ ഇപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് എടുക്കണം ചേട്ടേ? നമ്മളപ്പോൾ ഇപ്പം വല ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മൾ വല പിടിക്കുകയുള്ളൂ കേട്ടോ. അതേ അവിടെ ചേട്ടയൊക്കെ വല കെട്ടുപിണക്കൊക്കെ മാറ്റി കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൽ പായലൊക്കെ കളയണം. അതുപോലെ നമ്മുടെ വല കെട്ടുപിണഞ്ഞിരിക്കണമെങ്കിൽ അതൊക്കെ മാറ്റി കറക്റ്റായിട്ട് എടുക്കണം. എന്നാലേ നമുക്ക് വല വീശാനല്ല, വല കടലിലിടാൻ വേണ്ടി പറ്റത്തുള്ളൂ, വല നീട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേ വലയൊക്കെ അവർ കറക്റ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വലയൊക്കെ തിരിച്ച് കഴിഞ്ഞിട്ട് ഇതേ വല തിരിച്ച് കഴിഞ്ഞ് പങ്കായൊക്കെ എടുത്ത് വെച്ച് കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കല്ല് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കല്ല് കെട്ടി വല ഇടാനാണ്. അപ്പോൾ അതാകുമ്പോൾ വല ഈ ഒഴുക്കൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയൊക്കെ പോവുകയാണ് വല. അപ്പോൾ കല്ല് കെട്ടിയിടുമ്പോഴത്തേക്കും വല അങ്ങനെ നീങ്ങിയൊന്നും പോകാണ്ട് അവിടെ അനങ്ങാതെ കിടക്കും. അതുകൊണ്ടാണ് കേട്ടോ കല്ല് കെട്ടിയിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കല്ലെടുത്തിട്ടുണ്ട്, വല, പിന്നെ പങ്കായ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ വല നീട്ടാൻ വേണ്ടിയിട്ട് എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതേ ചേട്ടയൊക്കെ വഞ്ചി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊന്തിറക്കണേണ് കേട്ടോ. കണ്ടോ, പൊന്തിറക്കണേണ്. പാടാണ്, കല്ലിന് ഇത്രയും പൊക്കമുള്ളത് കാരണം പാടാണ് ഇറക്കാൻ. എന്നാലും ചേട്ടയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ.
കണ്ടോ ഗൈസ്, ഇതേ അവർ ഇറക്കി കൊണ്ടുപോകണേണ് താഴത്തേക്ക് പൊന്തിൽ ഇറക്കി കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. ഗൈസ് അവരിപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് വേണം നമുക്ക് വലയൊക്കെ കയറ്റാനായിട്ട് വഞ്ചിയിലേക്ക്. വല എടുക്കാൻ വേണ്ടിയിട്ട് പങ്കായം വലയൊക്കെ എടുക്കണം നമുക്ക്. അപ്പോൾ ചേട്ടാ നമ്മുടെ വലയും കല്ലൊക്കെ കൂടി എടുത്തുകൊണ്ട് വഞ്ചിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. കല്ലിൽ കൂടി ഇറങ്ങണേണ്. അവിടെ നിന്നോ ചിഞ്ചി, അവിടെ നിന്നാ മതി. കണ്ടോ ഗൈസ്, ഭയങ്കര പാടാണ് നമുക്ക് അവിടെ ഇറക്കാൻ വേണ്ടിയിട്ട്. കല്ലിന് ഭയങ്കര പൊക്കമുണ്ട്. പിന്നെ കല്ല് താഴത്ത് കടൽ വെള്ളത്തിൽ ഇങ്ങനെ കടലിടിച്ച് കല്ല് പായലൊക്കെ പിടിച്ച് വെറുതെ തീട്ടിക്കിടക്കണായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ മറിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൈയും കാലൊക്കെ പൊട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു കണക്കിന് സേഫ്റ്റിക്ക് നമ്മൾ ഇറങ്ങണം. അങ്ങനെ എൻ്റെ ചേട്ടയൊക്കെ ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കണേണ് കേട്ടോ. നമ്മൾ ഈ കല്ലിൻ്റെ മുഖത്ത് മേടിച്ചാണ് നിൽക്കണത്. നമ്മളും ജസ്റ്റ് വല്ല സ്ലിപ്പായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളും മറിഞ്ഞ് നിലത്തിന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളും ഒരു കണക്കിന് പേടിച്ചൊക്കെയാണ് കല്ലിൻ്റെ മുഖത്ത് നിൽക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ അവർ വെള്ളത്തിലേക്ക് നമ്മുടെ പൊന്ത് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ദേ അവർ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കണേണ്. പൊന്തിൽ കയറി അവർ തുഴഞ്ഞ് ഇനി വല നീട്ടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എന്തിനാ കരയണം മെസ്സ? തന്നെ എങ്ങനെയാ വഞ്ചി കയറ്റണത് മെസ്സക്കുട്ടി? താൻ ചെറുതല്ലേ? കാല് കഴുകാൻ പറ്റില്ലല്ലോ പൊന്നാ. പപ്പ വരുവോടാ കള്ള. പപ്പ മീമി പിടിച്ച് വരും. അപ്പോൾ അതേ ചേട്ടയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അവർ വല നീട്ടാൻ വേണ്ടിയിട്ട് പോവാൻ പോണേണ്. ഇത് കണ്ട, ഇയാളെൻ്റെ കൈ കയറി ഇരിപ്പായേട്ടാ ഗൈസ്. അവൾക്ക് കഴിയല നടക്കാൻ വേണ്ടിയിട്ട്. ഇയാൾക്ക് കല്ലിൻ്റെ പുറത്തായത് കൊണ്ട് ഇയാൾക്കൊരു പേടി. നമ്മളപ്പോൾ ഇയാളെടുത്തിട്ട് അങ്ങോട്ട് നടക്കണേന്. അപ്പോൾ നമ്മുടെ ചേട്ടയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇയാൾ ചെറുതായിട്ട് കാണാനുണ്ടോ? നമ്മുടെ ചേട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ കല്ലിൻ്റെ പുറത്തുകൂടി നമ്മുടെ ചേട്ടയുടെയൊക്കെ വശത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിയൊക്കെ നടന്നില്ലെങ്കിൽ മറിഞ്ഞു വീഴും കേട്ടോ ഗൈസ്. അതുകൊണ്ട് നോക്കി സൂക്ഷിച്ചൊക്കെയാണ് ഞങ്ങൾ പോണത്. നമ്മളപ്പോൾ ഇപ്പോൾ വല നീട്ടിയിടും കേട്ടോ. നമ്മൾ നീട്ടിയിട്ടിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വല പിടിക്കാൻ വരുള്ളൂ. ഹലോ മെസ്സ. ഹലോ. നമ്മളെന്തിനു വന്നേക്കണേ ഇവിടെ? പപ്പ എവിടെയാണ്? പപ്പ എന്തിനു പോയതാണ് അവിടെ കടലിൽ? മീൻ പിടിക്കാൻ. ആണോ? മെസ്സക്കുട്ടിക്ക് എന്ത് വേണം? ആണോ? പപ്പേനോട് പറഞ്ഞിട്ടുണ്ടോ പിടിച്ചുകൊണ്ട് വരാൻ? പപ്പ ഇപ്പ പിടിച്ചുണ്ട് നണ്ടും മീനും കോഴിയും അടക്ക പിടിച്ചും വരും. ആണോ? അപ്പൊ നമുക്ക് പപ്പേനെ കാണാം. ബൈ, അടുത്ത ഫോട്ടോ കാണാത്താ. അപ്പോൾ അതേ നമ്മുടെ ചേട്ടയൊക്കെ വല നീട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ ഗൈസ്. ചേട്ടയൊക്കെ വല നീട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വല നീട്ടിക്കൊണ്ട് അവരിങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ട കല്ല് കെട്ടിയത് എറിഞ്ഞത് കണ്ട. കല്ല് കെട്ടിയിട്ട് എറിയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വല അനങ്ങാതെ കിടക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഏറ്റവും കൂടുതലൊക്കെ വരുമ്പോൾ ഒഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒഴുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ വല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി ഒഴുകിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കല്ല് കെട്ടിയിടുന്നത്. കല്ല് കെട്ടിയിടുമ്പോൾ ഒരുവിധമെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കും. അത് കല്ലിൻ്റെ ബലത്തിലിരിക്കും. അല്ലെങ്കിൽ അത് ഒഴുകിപ്പോകും വല. പിന്നെ നമ്മൾ വേറെ വല്ലയിടത്തൊക്കെ പോയി നമ്മൾ വല പിടിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കല്ല് കെട്ടിയിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടയൊക്കെ വല നീട്ടിക്കൊണ്ട് വന്നെയാണ്.
വല നീട്ടി 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 വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നീട്ടിയപ്പോൾ നമുക്ക് കൂരി കിട്ടിയായിരുന്നു. കൂരിയും അതുപോലെ തന്നെ ഞണ്ട് കിട്ടി. ഞണ്ട്, കൊഞ്ച്, പിന്നെ കോലാൻ, അങ്ങനെ കുറച്ച് വറ്റ, അങ്ങനെ കുറച്ച് മീനുകളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും അപ്പോൾ വല നീട്ടാലാന്ന് ഇങ്ങനെ കരുതിയത്. അതുകൊണ്ടാണ് ചേട്ടയ്ക്ക് ഇന്ന് ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. വല അപ്പം നീട്ടിക്കഴിഞ്ഞിട്ട് ഗൈസ്. അപ്പം നമ്മളപ്പോൾ പൊന്ത് സെറ്റാക്കണതാണ്. എന്നാലും നമ്മുടെ വല എവിടെയാണ് കിടക്കണേന്ന് നമുക്ക് നമ്മൾ എവിടെയാണ് നീട്ടിയിട്ടേക്കണേന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. പൊന്ത് കെട്ടിയിടണം നമ്മൾ വലയിൽ, എന്നാലും നമുക്ക് മനസ്സിലാകുള്ളൂ നമ്മുടെ വലയാണ് അത്. അവിടെയാണ് നീട്ടിയേക്കണ പോർഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വലിയൊരു കല്ലെടുത്തിട്ടുണ്ട്. ആ കല്ലിനകത്ത് ആണ് നമ്മൾ കെട്ടിയിടണത്. എന്നാലേ നമ്മുടെ ഇത് നമുക്ക് അത് അനങ്ങാണ്ട് കിടക്കുകയുള്ളൂ. എന്നാലും നമുക്കത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ കുപ്പിയും പിന്നെ വലയിൽ കുപ്പിയും കല്ലും വലയും കൂടി കൂട്ടി കെട്ടാൻ വേണ്ടി പോണേണ്. എന്നിട്ട് നമ്മൾ അവിടെ വെള്ളത്തിലേക്ക് കല്ല് ഇറക്കിയിടും. അപ്പോൾ നമ്മുടെ കുപ്പി അങ്ങനെ തന്നെ പൊങ്ങിക്കിടക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വലയാണ് ഇവിടെ കിടക്കണേന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുവരെയാണ് എൻ്റെ ചേട്ടയൊക്കെ ചെയ്യണത്. ഞാൻ ഇതൊക്കെ പറയണതെന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചൻ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഒരുവിധമൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കറക്റ്റായിട്ട് ഞാൻ എല്ലാം പറയണത് കേട്ടോ. അപ്പം അതേ ചേട്ടയൊക്കെ കല്ല് വെള്ളത്തിലേക്ക് എറിയാൻ പോണേ കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ വല അവിടെ അനങ്ങാതെ കിടന്നേക്കും. നമുക്ക് നമ്മുടെ വല നമ്മൾ നീട്ടിയേക്കണ എവിടെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇനി കല്ലിപ്പം അവിടെ എറിഞ്ഞിട്ട് കാരണം നമുക്ക് മനസ്സിലാവും നമ്മുടെ വല ഇവിടെയാണ് നമ്മൾ നീട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇനി പിടിക്കാൻ വരുമ്പോൾ ഈ അറ്റം തുടങ്ങി നമ്മൾ പിടിച്ച് പോകുമ്പോൾ നമ്മുടെ കറക്റ്റ് നമ്മൾ വല നീട്ടിയേക്കണതെല്ലാം നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതേ അവർ തിരിച്ച് പോരാൻ പോവുകയാണ് കേട്ടോ. വലയൊക്കെ നീട്ടിക്കഴിഞ്ഞ് ഇനി കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരമാണ് നമ്മളിനി വല പിടിക്കാൻ വേണ്ടിയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ വല കയറ്റിയിട്ടുണ്ട്. വല കയറ്റിയിട്ട് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുച്ചക്കയും പിന്നെ കൂരി അങ്ങനെയുള്ള മീനുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കണ വല നമ്മൾ മീൻ അഴിച്ചുകൊണ്ടിരിക്കണതാണ് വലയിൽ നിന്ന്. കുറേ പായലേറിയിട്ടുണ്ട് കേട്ടോ. വലയിൽ കുറേ പായലേറി വല ചുരുണ്ട് കിടക്കണാണ് പായലേറിയിട്ട്. പിന്നെ നമുക്ക് മീൻ ഇതേ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. മാട്ടിയങ്ങൾക്കൊക്കെ വീട് പണിയായിരിക്കും. ഇനി മാട്ടിയങ്ങ സെറ്റാക്കാനൊന്നും. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമുക്കൊരു കൂന്തൽ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ ഇവിടെ കൂന്തൽ എന്നാണ് പറയണത് ഇതിന്. മിക്കവരും തന്നെ ഇതിനെ കാണാവെന്നും പറയാറുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ നമുക്ക് നച്ചക്ക കിട്ടിയിട്ടുണ്ട്, കൂരി കിട്ടിയിട്ടുണ്ട്, ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഇവയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വല വീശിയിട്ട് എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കറികൾ കിട്ടിയിട്ടുണ്ട്, മീനുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.